ഈ ക്വസ്റ്റ്യൻ നോക്കാം. 5 tan തീറ്റ മൈനസ് 12 ഈക്വൽ ടു 0 ഫൈൻ സൈൻ തീറ്റ. ഇതെങ്ങനെ ചെയ്യാം? 5 tan തീറ്റ മൈനസ് 12 ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്താണ്? -12 അങ്ങോട്ട് എടുത്താലോ? 5 tan തീറ്റ ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഓക്കെ, അഥവാ tan തീറ്റ ഈക്വൽ ടു 12/5 എന്ന് കിട്ടും. 5 അങ്ങോട്ട് എടുക്കുമ്പോൾ tan തീറ്റ ഈക്വൽ ടു 12/5 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് സൈൻ തീറ്റയാണ്. tan തീറ്റ 12/5 അല്ലേ? നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാലോ? അങ്ങനെ ചെയ്യാം. ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലും ടാനും സീക്കും തമ്മിലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷെ അതുപയോഗിച്ചാൽ സീക്കേ കിട്ടുള്ളൂ. സൈനാണ് വേണ്ടത്. അപ്പോൾ ബെസ്റ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുള്ള മെത്തേഡ് തന്നെയായിരിക്കും. tan തീറ്റ 12/5. ഈ ഫിഗർ പ്രകാരം tan തീറ്റ 12/5 വരണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 12ഉം അഡ്ജസൻറ്റ് സൈഡ് 5 ആയാൽ പോരെ. മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് സ്റ്റെപ്പൊന്നും അധികം എഴുതുന്നില്ല. ജനറലി പറയുകയാണെങ്കിൽ 12k 5k എന്ന് വേണമെങ്കിൽ എഴുതാം ജനറലി. പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ സ്റ്റെപ്പ് ആവശ്യമില്ലല്ലോ. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ മെത്തേഡിൽ തന്നെ പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഇത് 12k, ഇത് 5k ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ tan തീറ്റ 12k/5k എന്നാവുമല്ലോ. ഈ ഫിഗർ പ്രകാരം tan തീറ്റ 12k/5k ആവും. 12k/5kയിൽ k വെട്ടിപ്പോയിട്ട് 12/5 തന്നെ വരുമല്ലോ. അപ്പോൾ ജനറലി 12k 5k എന്നാണ്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണേ. ഇവിടെ ഒരു ഹൈപ്പോട്ടന്യൂസ് കാണാനുണ്ട് അല്ലേ? അതാ കാണണ്ടേ? അത് കാണണം. അത് കൂടി കണ്ടേക്കാം. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് വരുന്നുണ്ട് ഇവിടെ. ഈ സൈഡ് കണ്ടില്ലേ? നമുക്ക് അതിന് ഹൈപ്പോട്ടന്യൂസ് തന്നെ എഴുതാം. ഹൈപ്പോട്ടന്യൂസ് കാണണമെങ്കിൽ പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് നമുക്കറിയാം. അതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാമോ? പൈതഗോറസ് തിയറമാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഇത് രണ്ടിൻ്റെയും സം ഓഫ് സ്ക്വയേഴ്സാണ്. 12ൻ്റെ സ്ക്വയർ 144, പിന്നെ k സ്ക്വയർ. ഇവിടെ 5ൻ്റെ സ്ക്വയർ 25, പിന്നെ k സ്ക്വയർ. 144k സ്ക്വയറും 25k സ്ക്വയറും ആഡ് ചെയ്താൽ 144ഉം 25ഉം കൂടി ആഡ് ചെയ്താൽ 169 ആണ് k സ്ക്വയർ. ഇതാണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 169 k സ്ക്വയർ. 169ൻ്റെ സ്ക്വയർ റൂട്ട് 13 ആണ്. 13ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണല്ലോ 169 കിട്ടുന്നത്. 169ൻ്റെ സ്ക്വയർ റൂട്ട് 13ഉം k സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് k ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 13k എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടത് സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് 12k ആണല്ലോ. ഹൈപ്പോട്ടന്യൂസ് 13k ആണ്. k വെട്ടിപ്പോയി കഴിഞ്ഞാൽ 12/13 ആണ് ആൻസർ വരുന്നത്.